വേഗം വാ. ബാഗ് ഞാൻ പിടിക്കാം. നീ എന്നും ഷോക്സ് കളർ മാറില്ലേ? ഇന്നിപ്പോ വലിയ ഇഷ്യൂ ഉണ്ടാവൂല. മഴയാണെന്ന് പറഞ്ഞാ മതി. ഷോക്സ് ഉണങ്ങിയിട്ടില്ലാന്ന്. ഓ അങ്ങനെ. എന്നും ലേറ്റ് ആയല്ലേ? ലേറ്റ് ആയിട്ടുണ്ട്. എനിക്കിഷ്ടാ ഈ ലേറ്റ് ആയിട്ട് പോണത്. എനിക്കും. നേരത്തെ പോകുമ്പോ ഒരു രസമില്ല. നേരെ വൈകി കുറച്ച് വഴക്ക് കേൾക്കുമ്പോഴാ ഒരു രസം. അതെ അതെ. നല്ല തണുക്കുന്നുണ്ടല്ലേ? ഓ പറയാനുണ്ടോ? അയ്യോ നല്ല കാറ്റ് വീശുന്നുണ്ട്. കോട ഇപ്പൊ മിസ്സാവും. അയ്യോ പോണു. അവിടെ നിക്ക്. അയ്യോ 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 ലിസ, അത് മതിയാക്ക. അത് പോയത് പോയി. അയ്യോ എന്റെ കാല്. അയ്യോ എണീക്ക്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല സാം. എന്റെ കാല് മൊത്തത്തിൽ വേദന എടുക്കുന്നു. അയ്യോ മുറിവായിട്ടുണ്ടല്ലോ. അയ്യോ നിനക്ക് ബുദ്ധിമുട്ടായോ? അങ്ങനൊന്നുമില്ല. നീ എന്തായാലും സ്കൂൾക്ക് പോയിക്കോ. ഞാൻ എന്തായാലും ഇന്നില്ല. ഞാനൊന്നും ക്ലാസ്സിൽ പോണില്ല. അല്ലെങ്കിൽ ടൈം കഴിഞ്ഞു. അത് പറഞ്ഞാ പറ്റില്ല. നീ പോയിക്കോ. മഴ കാരണം ലേറ്റ് ആയെന്ന് പറഞ്ഞാ മതി. എനിക്കൊന്നൊരു മൂടില്ല. നന്നായിട്ട് മഴ കാരണം നനഞ്ഞിട്ടുണ്ട്. ഇനി പോവാൻ വയ്യ. ക്ലാസ് പോ. നാളെ മറ്റന്നാളൊക്കെ ഉണ്ടല്ലോ. എന്നാ ഞാൻ പോട്ടെ. ഈ കാലം വെച്ച് നീ എത്ര വരെ പോകും? ദേ ഞാൻ കൊണ്ടാക്കി തരാം നിന്റെ വീട്ടിക്ക്. അയ്യോ അതൊന്നും വേണ്ട. ഞാൻ തനിച്ച് പൊയ്ക്കോളാം. എനിക്ക് ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല കാലിന്. ആഹാ മഴ നന്നല്ലോ. നിനക്ക് ശരിക്കും നടക്കാൻ പറ്റുണ്ടോ? ആ പറ്റുണ്ട്. A few moments later. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ ഒറ്റയ്ക്ക് നടക്കണ്ടാന്ന്. ഷോൾഡർ കീറിയല്ലോ. ഓ സോറി. ഇനിയിപ്പോ സോറി പറഞ്ഞിട്ട് എന്തിനാ? ഞാൻ പിടിക്കാൻ തന്നെ. ആ നടക്ക്. A few minutes later. ദേ അങ്ങോട്ട് നോക്ക്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആകെ മാറിയിക്കണ. പഠിക്കാനല്ലേ സ്കൂൾക്ക് പോണത്. ശരിയാ. എന്താണ് ഒരു ചുറ്റിക്കളി? പഠിക്കേണ്ട പ്രായത്തില് പഠിക്കല്ല ചെയ്യണേ. എന്റെ പിള്ളേരെ ഇന്ന് ക്ലാസ് ഒന്നില്ലേ? യൂണിഫോം ഇട്ടിട്ട് വീട്ടിൽ ആ പേരും പറഞ്ഞ് ഇറങ്ങിയതാവൂ. അത് ശരിയാ. അയ്യോ ഇതെന്താ ഒരു കീറലൊക്കെ? വീണതാ. നല്ല തമാശ. വീടാ മാത്രം അത്ര ചെറിയ പ്രായാണല്ലോ. നിങ്ങൾക്കൊക്കെ എന്താ? ഒന്ന് മാറി നിൽക്ക്. ഞങ്ങളൊന്ന് പോട്ടെ. അതിന് സ്കൂൾ ഈ വഴിക്കല്ലല്ലോ, ആ വഴിക്കല്ലേ. അയ്യോ ഇന്ന് ക്ലാസ് പോകാൻ പറ്റത്തില്ല. അതും മനസ്സിലായി. പ്ലീസ് എനിക്ക് ഒട്ടും വയ്യ. നിങ്ങളൊന്ന് മാറി നിൽക്കോ? ഇവർ വീട്ടിൽ ശരിക്കും അമ്മയും പെങ്ങന്മാരൊന്നില്ലേ? ദേ മാറി നിൽക്ക. നിങ്ങൾ വിചാരിക്കും പോലല്ല ഒന്നോ. ഞങ്ങളതിന് വല്ലതും വിചാരിച്ചോ? യൂണിഫോം ഇട്ട് ഇറങ്ങിക്ക. ആരെ ചോദിച്ചാ പറയും ക്ലാസ് പോവാന്ന്. ഇതൊക്കെയല്ലേ പരിപാടി. ദേ സാം എനിക്ക് ശരിക്കും പേടിയാവുന്നു. നമുക്ക് മുന്നോട്ട് പോണ്ട. വേറെ എവിടെങ്കിലും നിന്നിട്ട് ഓട്ടോ വിളിക്കാം. നീ അവിടെ നിന്നേ. നമുക്കിതിലോട്ട് പോകാൻ പറ്റുന്നോ? ഞാനൊന്ന് നോക്കട്ടെ. അവരച്ഛന്റെ വകയൊന്നുമല്ലല്ലോ ഈ സ്ഥലം. ഹലോ ഒന്ന് മാറി നിൽക്കണം. അയ്യോ മാറി നിൽക്കൂലെന്ന് ഉറപ്പല്ലേ? എന്താ സംശയം? ആ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാ. നീ ഒന്ന് വേഗം വന്നേ, നമുക്ക് പോകാം. അതിനെന്റെ കാലിൽ മുറിവല്ലേ? ഓ എന്റെ കൈ പിടിക്ക്, എന്നിട്ട് വാ. ശരി ശരി. A few minutes later. എവിടെന്നാ ഇത്ര ഫ്രൂട്ട്സ്? ടൗണില് ഒരു കട തുറന്നിട്ടുണ്ട്. എല്ലാരും നല്ല വിലക്കുറവില കൊടുക്കുന്നേ. പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാതും. നീയൊന്ന് വൈകിട്ട് പോയി നോക്ക്. നീയൊന്ന് വൈകുന്നേരം സമയം കിട്ടണേ പോയി നോക്ക്. നല്ല തിരക്കുവാ. ഞാനും നോക്ക് എന്തോരം മേടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കഴിയും. ലിസ ഒന്ന് ക്ലാസ് വിട്ട് വരട്ടെ, അപ്പൊ പോയി നോക്കാം. ഈ നേരത്തൊന്നും എനിക്ക് പോകാൻ വയ്യ. എന്തോരം ചൂടാ. മഴ പെയ്തനുസരിച്ചിട്ട് ചൂടിനൊരു കുറവുമില്ല. അത് ശരിയാ.
വീട്ടിലിരിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോഴല്ലേ പുറത്തേക്ക്. ഇതന്നെ ഇപ്പോ എനിക്കെന്തായാലും ടൗൺ വരെ പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നെന്ന്. അപ്പൊ പിന്നെ ഇത് മേടിച്ചതാ. ഇതാരാ ഓട്ടോയില്? എന്താ മോളെ ഇത്? അയ്യോ, കീറിട്ടൊക്കെ ഉണ്ടല്ലോ. എന്താ പറ്റിയേ? ഞാനൊന്നു വീണു. അയ്യോ, ഇതാരാ മോളെ? എന്താ ഇവിടെ സംഭവിക്കണേ? ഈ ലിസയുടെ ഒപ്പാണോ എന്റെ മോള് റോസ് നടക്കണേ? ഏതാ പയ്യൻ? റോസിയോട് എന്തായാലും പറയണം ഇനി ലിസയുടെ ഒപ്പം നടക്കരുത്. ഇതിന്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ. ഞാന് വീണപ്പോ ഇവനെ സഹായിച്ചേ. താങ്ക് യു മോനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. 2 വട്ടം തുടർച്ചയായിട്ട് വീണത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നടക്കണ്ടെന്ന്. പറഞ്ഞാ കേൾക്കണ്ടേ? എന്റെ ദൈവമേ, ഇവരെന്തോ ഒരു സംസാരം ഇത്. എന്തായിരിക്കും സംസാരിക്കുന്നേ? എന്നാ വീട്ടിൽ കയറുണ്ടോ മോനെ? അയ്യോ ആന്റി, ഇനി ഒരിക്കൽ വരാം. ആ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ പോവാട്ടോ. ഒരുപാട് താങ്ക്സ് എന്നെ ഹെൽപ്പ് ചെയ്തതിന്. ദേ, ഇന്ന് ലിസ വന്നിരുന്നോ ക്ലാസ്സില്? ഇല്ലല്ലോ. എങ്ങനെ വരും? എന്താ അമ്മേ? അവളിന്ന് വന്നിരുന്നു. ഒരു 10-10:30 ആയിട്ട് കാണും. മനസ്സിലായില്ല. ഓ, അവളും ഏതൊരു പയ്യനും ഒരു ഓട്ടോയിൽ വന്നിരുന്നു. പയ്യനോ? ഏത് പയ്യൻ? എനിക്കൊന്നും അറിയാൻ പാടില്ല. കണ്ടിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാന്ന് തോന്നുന്നു. അതേ യൂണിഫോം ആയിരുന്നു. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തൊക്കെയാ പറയുന്നേ? ആ പയ്യൻ വന്നപ്പോ അവര് 3 പേര് സംസാരിക്കായിരുന്നു. രമേച്ചി ഉണ്ടായിരുന്നോ? ആ, ലിസയുടെ അമ്മ രമ തന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇനി വല്ലാതെ കൂട്ടുകൂടാൻ പോകണ്ട ലിസയോട്. എന്താ അമ്മേ? അവളെന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ? മിണ്ടാതിരുന്ന അവൾ എന്താ വിചാരിക്കാ? അവൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. നീ അങ്ങോട്ടൊന്നും പറയാനും പോകണ്ട, കൂട്ടുകൂടാനും പോകണ്ട. സ്കൂൾ കാണുന്ന പറഞ്ഞിട്ട് വേറെ വല്ല എവിടെയെങ്കിലും കറങ്ങി നടന്നെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞാല്. ദേ റോസി, എന്റെ താനെ സ്വരൂപം നീ അറിയോ? അയ്യോ അമ്മ, ഞാൻ എന്തൊന്നും ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് മുന്നേ തന്നെ പറഞ്ഞതാ ഞാന്. മര്യാദയ്ക്ക് പഠിച്ചോ. നല്ല കഥ. ലീസ അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് ഞാനൊന്നും ചെയ്യാനാ? എന്നാലും ആരായിരിക്കും ആ പയ്യൻ? ലിസയോട് ചോദിച്ചു നോക്കാം. അമ്മ അങ്ങനെ പലതും പറയും. ഞാൻ അവളോട് കൂട്ടുവിടും. ഇപ്പൊ എങ്ങനെയുണ്ട് ലിസ? അമ്മേ, അമ്മ എവിടെ വന്നേ? ഇന്ന് രാത്രി ഫ്ലൈറ്റിൽ വന്നതാ. നീ ഏത് ലോകത്താ? നിനക്കിപ്പോ ശരിക്കും നടക്കാൻ പറ്റുണ്ടോ? കുഴപ്പമില്ല. നാളെ എന്തായാലും ക്ലാസ്സിൽ പോണ്ട ഈ കാലം വെച്ച്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ. ഞാൻ നാളെ പോയിക്കോളാം. ഷെടാ, ഇതെന്ത് പറ്റി? സാധാരണ ഇങ്ങനല്ലല്ലോ. എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിക്കാണല്ലോ ക്ലാസ് പോവാതിരിക്കാൻ വേണ്ടിട്ട്. ഇതെന്ത് പറ്റി? ഒന്നുമില്ല അമ്മ. ഒരു ദിവസം പോയില്ലെങ്കിൽ അന്നത്തെ ക്ലാസ് മൊത്തം പോകത്തില്ലേ? പിറ്റേ ദിവസം വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞാല് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മേ. ഒരു വീഴ്ചയില് ഇത്രയ്ക്ക് സംഭവിച്ച മോൾക്ക് എന്തായാലും നല്ല ബുദ്ധി തോന്നി. ഞാൻ അവിടെ വേണമായിരുന്നു. ചേച്ചി വീടുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടി നിന്നെ ആ ബാധയ്ക്ക് ദയവായിട്ട് എത്തിക്കാഞ്ഞത്. ജസ്റ്റ് ഒരു മുറിവേളോ, അതിനിപ്പോ ക്ലാസ്സിൽ പോണെന്ന് പറഞ്ഞാ എന്താ പത്? ഞാനും പോകുന്നില്ല. ആരാധിക്ക് പൈക്കോ, എന്റെ അടുത്ത് നല്ലോണം കിട്ടും. അങ്ങനെ പറിച്ചു കൊടുക്ക. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇവളോട് മാത്രം സ്നേഹമുള്ളൂ. അതെ, നീ പോയി കേസ് കൊടുക്ക. അച്ഛൻ വരട്ടെ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. പറഞ്ഞോ. അച്ഛൻ ഇപ്പൊ സമ്മതിക്കും നാളെ ക്ലാസ് പോണ്ടെന്ന് പറഞ്ഞാല്. ഒരെണ്ണം ഇങ്ങനെയാണെങ്കിൽ ഒരെണ്ണം അങ്ങനെ. എന്തൊരു വിധി അത്. ലിസ, അമ്മേ. അല്ല പെണ്ണെ, നീ ഏത് ലോകത്താ? കുറെ നേരെ ശ്രദ്ധിക്കുന്നു. ബുദ്ധി പോയോ? ഒന്നുമില്ല അമ്മേ. പക്ഷേ എന്തിനായിരിക്കും സാം എന്നെ സഹായിച്ചതും? വെറുതെ ഓരോ നാലേച്ച് കൂട്ടണ്ട.